നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വെടിനിർത്തൽ കരാർ ഒട്ടും വിവേകപൂർവമല്ല, അടിച്ചവരെ ഫിനിഷ് ചെയ്യണം. ഇതായിരുന്നു നെതന്യാഹു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞത്. എന്നാൽ നെതന്യാഹുവിനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ച് ട്രംപ് ഇറാനുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു. സമാധാന കരാറിന് ഒരാഴ്ച ആയുസ് മാത്രം. ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെ പോയ ഒരു കപ്പലിനെ ആക്രമിച്ചു. മറുവശത്ത് നെതന്യാഹു പരസ്യമായി അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരുന്നു. അമേരിക്കയുടെ പിന്തുണ ഇനി ഭാവിയിൽ പ്രതീക്ഷിക്കരുതെന്നും ഇസ്രയേലിന്റെ പ്രതിരോധം നമ്മൾ തന്നെ നോക്കണമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് അമേരിക്കക്കാർ പൊതുവെ കരുതി. സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ മറുവശത്ത് ട്രംപ് ഏറെ ക്ഷീണിതനായി. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പലിനെ ആക്രമിച്ച ഇറാന് നേർക്ക് അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. ഇറാനും യുഎസും തമ്മിൽ വീണ്ടും ഉഗ്രയുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അവിടുത്തെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ച മാത്രം ആയുസ്സുള്ള വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ ലംഘിച്ചതുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങളിലേക്ക് തങ്ങൾ കടക്കുന്നു. ഇതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ട്രംപ് ഇറാനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം 10 ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. അതും അതിശക്തമായ ആക്രമണം. വ്യോമസേനയും നാവികസേനയും ഒരുമിച്ച് ഇറാന് നേർക്ക് ഉഗ്രസ്ഫോടനങ്ങൾ ചൊരിഞ്ഞു. യുദ്ധം പുനരാരംഭിക്കണമെങ്കിൽ യുഎസ് കോൺഗ്രസിൻ്റെ അനുമതി വാങ്ങണം. എന്നാൽ ട്രംപ് നടത്തുന്നത് പ്രത്യാക്രമണമല്ല, മറിച്ച് പ്രതിരോധമെന്നാണ് ഇപ്പോൾ അമേരിക്കയെ ട്രംപ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുന്നു. ഗൾഫ് നാടുകളെ നരകമാക്കി മാറ്റുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുഎസുമായി ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് സുരക്ഷാപാത ഒരുക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നും ഇത് ലംഘിച്ച് യുഎസ് നാവികസേനയുടെ നേതൃത്വത്തിൽ കപ്പലുകളെ ഒമാൻ തീരത്തുകൂടി പോകാൻ അനുവദിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നും ഇറാൻ വിശദീകരിക്കുന്നു. ഇരുകൂട്ടരും ആക്രമണം കടുപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ രണ്ടാമത്തെ എണ്ണക്കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം നടത്തി എന്നാരോപിച്ചാണ് അമേരിക്ക ഇന്നലെ ഇറാന് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാനിലെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തി. അടുത്ത കാലത്തൊന്നും ഇത്ര ശക്തമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക മുതിർന്നിട്ടില്ല. അതും ഇസ്രയേൽ സഹകരണമില്ലാതെ അമേരിക്ക ഒറ്റയ്ക്ക് നടത്തുന്ന അതിശക്തമായ ആക്രമണം. യുഎസ് കേന്ദ്രങ്ങളിൽ നരകം വിതയ്ക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നു. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിൻ്റെ ഭാവി ഇരുളിലായി. ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ബാധിക്കും. സ്വർണ്ണ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ഇറാനിൽ കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്, അതുകൂടി തീർത്ത് വേണം നമുക്ക് മടങ്ങാൻ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് വീണ്ടും ഇറാനിയൻ മിസൈൽ ഡ്രോണുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലും തീരദേശ റഡാർ സൈറ്റുകളിലുമാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് ട്രംപ് വിശദീകരിച്ചു. 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അമേരിക്കൻ സെൻകോം പുറത്തുവിട്ടു. നമുക്കിനി ന്യായബോധമുള്ളവരായി തുടരാൻ കഴിയുന്ന അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ വളരെ വിജയകരമായി ആരംഭിച്ച ജോലി സൈനികമായി പൂർത്തിയാക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇനി നിലനിൽക്കില്ല. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. ഏകദേശം 20 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി പനാമ പതാകയുള്ള എണ്ണ ടാങ്കർ കടന്നുപോകുമ്പോൾ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് ഇത്ര വലിയ പ്രത്യാക്രമണത്തിന് കാരണമായത്. പനാമ പതാകയുള്ള കിക്കു എന്ന എണ്ണ ടാങ്കറിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. തെക്കൻ സിറാനിലെ സിരിക് ഹെഷം പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ അമേരിക്കൻ സേന നടത്തി. ആക്രമണങ്ങൾ തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. വെടിനിർത്തൽ ലംഘിക്കുന്നത് ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ 1-ാം വകുപ്പിന് വിരുദ്ധമാണ്. ഇതെല്ലാ നയതന്ത്ര പ്രക്രിയകളും പൂർണ്ണമായി നിർത്തുന്നതിന് കാരണമാകും എന്ന് IRGC പ്രതികരിച്ചു. ബഹ്റിൻ, കുവൈറ്റ് രാജ്യങ്ങളുടെ നേർക്ക് അതിശക്തമായ ആക്രമണം ഇതിനിടയിൽ ഇറാൻ തൊടുത്തു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി മിസൈൽ ഡ്രോൺ പ്രതിരോധം തുടരുന്നുവെന്നാണ് കുവൈറ്റ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഒരു പ്രധാന നാവികതാവളം ബഹ്റിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ആ നാവികതാവളത്തിന് നേർക്കും ശക്തമായ ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിർന്നു. കുവൈറ്റിലെ അലി അൽസലേം താവളത്തിലും ബഹ്റിനിലെ ഫോർട്ട് സൽമാനിലെ 5th ഫ്ലീറ്റ് നാവിക കേന്ദ്രത്തിന് നേർക്കുമാണ് ഇറാൻ ആക്രമണത്തിന് മുതിർന്നത്. ഇതിനകം തങ്ങൾ 8 പ്രധാന US സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് IRGC പറയുന്നു.
എന്നാൽ US നേർക്ക് നടത്തിയ ആക്രമണങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചുവെന്നാണ് സെൻകോവിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച എവർ ലവ്ലി എന്ന കപ്പലിന് നേർക്കും ഇറാൻ ആക്രമണം തൊടുത്തു. ഇതാണ് ഇത്ര വലിയ പ്രത്യാക്രമണങ്ങൾക്ക് അമേരിക്കയെ പ്രേരിപ്പിച്ചത്. ഗൾഫിലെ US കേന്ദ്രങ്ങൾ ഇനി ബാക്കിയുണ്ടാവില്ല എന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. ഏതെങ്കിലും തലത്തിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ പ്രത്യാക്രമണം കടുത്തതായിരിക്കുമെന്ന് അമേരിക്ക. തങ്ങളുടെ അനുമതിയില്ലാതെ കപ്പലുകൾ കടലിടുക്ക് വഴി ഗൾഫിലേക്ക് പ്രവേശിക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മറുവശത്ത് കപ്പലുകൾ നീങ്ങുന്നത് തുടരുകയാണ്. ടെഹ്റാൻ അംഗീകരിക്കാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ കപ്പലുകളുടെ സഞ്ചാരം. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ചും പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ മുഖത്തിലൂടെ കപ്പലുകൾ കടന്നുപോകുന്നതിനെക്കുറിച്ചും ധാരണാപത്രത്തിൽ വ്യക്തതയില്ല. ഈ വിഷയങ്ങളിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ധാരണാപത്രം അനുസരിച്ച് US-നും ഇറാനിനും വിശദാംശങ്ങൾ പരിഹരിക്കാൻ 60 ദിന സമയമുണ്ട്. എന്നാൽ അതിനിടയിൽ കടുത്ത യുദ്ധത്തിലേക്ക് ഇരുകൂട്ടരും തിരിഞ്ഞാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിലോ ചർച്ചകളിലോ ഇസ്രയേൽ ഒരു തലത്തിലും കക്ഷിയല്ല. ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്ന് വ്യക്തമായ ഇളവ് ലഭിക്കാത്തതിന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇറാനെതിരെയുള്ള പ്രത്യാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് JD വാൻസും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പറഞ്ഞു, ഇതൊരു തുടക്കം മാത്രമാണ്. 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ആക്രമണത്തിന് അതേ രീതിയിൽ മറുപടി നൽകും എന്ന് JD വാൻസ് പ്രസ്താവന നടത്തിയത്. ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ഞങ്ങളത് മാനിക്കുന്നു. എന്നാൽ ആക്രമിച്ചാൽ അതേ മാതൃകയിൽ തിരിച്ചടിക്കാൻ അമേരിക്ക നിർബന്ധിതരാണ്. ഇറാൻ ആക്രമണത്തെ ബുദ്ധിശൂന്യമായ ലംഘനമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാൻ നടത്തുന്ന പ്രകോപനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല, പാഠം പഠിച്ചില്ലെങ്കിൽ രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന. ഇനിയും സമാധാനം കാത്ത് തങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നത്. ഇറാൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കടലിടുക്കിലെ യാത്രാ നിയന്ത്രണങ്ങളെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും തള്ളിപ്പറയുന്നു. ഹോർമുസ് അന്താരാഷ്ട്ര ജലപാതയാണെന്നും അവിടെ ഇറാൻ നിയന്ത്രണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുകയാണ് അമേരിക്ക. ഒമാൻ തീരത്തെ സുരക്ഷാ ഇടനാഴി വിപുലീകരിക്കാൻ US തീരുമാനമെടുത്തു. ഇത് മേഖലയിലെ നിർണായകമായ തന്ത്രപ്രധാനമായ ഇടനാഴിയാണ്. പലതവണ തുടരുന്ന ചർച്ചകൾ, വെടിനിർത്തൽ ധാരണ, എന്നിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ. അമേരിക്ക തികച്ചും പ്രകോപിതരാണ്. ഇറാൻ ഭരണകൂടം ആരുടെ കൈകളിലാണ് എന്ന ചോദ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രയേൽ ദീർഘകാലം മിണ്ടാതിരിക്കില്ല. അമേരിക്കയ്ക്ക് എപ്പോൾ ഇസ്രയേലിൻ്റെ സഹായം വേണമെങ്കിലും തങ്ങൾ അതിന് തയ്യാറാണ് എന്ന് ഇസ്രയേൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇറാനെ തകർക്കുന്ന കാര്യത്തിൽ വീണ്ടും ട്രംപും നെതന്യാഹുവും ഒരുമിക്കാനുള്ള സാധ്യത. കടുത്ത യുദ്ധാന്തരീക്ഷത്തിൽ പശ്ചിമേഷ്യ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.